നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സത്യനന്ദിക്കാട് സാറ് വീണ്ടും ഒരു പടം ഇറക്കി. 1984. ഞാൻ ആദ്യം പറഞ്ഞ 82 കുറുക്കൻ്റെ കല്യാണം. അതിനുശേഷം 1983 വീണ്ടും അദ്ദേഹം മറ്റൊരു സിനിമയായി വന്നിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ചിരിപ്പിക്കാൻ സുകുമാർ സാറ് മാത്രമല്ല, നെടുമുടി വേണിച്ചേട്ടനുമുണ്ട്. അതെ, സുകുമാരൻ സാറും നെടുമുടി ചേട്ടനും തകർത്ത് അഭിനയിച്ച മറ്റൊരു പടം കിന്നാരം. 1983 ഈ പടം ഇറങ്ങിയത്. സത്യനന്ദിക്കാട് സാറാണ് ഇതിൻ്റെ സംവിധാനം. നമ്മുടെ എല്ലാം കോളേജ് ലൈഫ് ഉണ്ടാകുന്ന സംഭവമാണ് ഒരു പെൺകുട്ടിയെ 2 കൂട്ടുകാർ നോക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പടവും ഇറങ്ങിയത്. പക്ഷെ ഇത് കോളേജ് ലൈഫല്ല, രണ്ടാളും ബാച്ചിലേഴ്സാണ്. ഒരു കമ്പനിയിൽ 2 പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നു. ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച ക്യാരക്ടറിൻ്റെ വീട്ടിലാണ് ഇവർ വാടകയ്ക്ക് നിൽക്കുന്നത്. അവരവരുടെ ജീവിതത്തിൻ്റെ തമാശകളും ദേഷ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടുപിട്ടി പോണ നേരത്താണ് നെടുമുടി ചേട്ടന് നാട്ടിൽ നിന്ന് അച്ഛൻ്റെ കത്ത് വരികയാണ്. തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരൻ്റെ മകൾ ഇവിടെ ഒരു ജോലിക്ക് വരികയാണ്, അപ്പോൾ ഒന്ന് സഹായിക്കണം. ഇതിൻ്റെ ലൊക്കേഷൻ നടക്കുന്നത് ചെന്നൈയിലാണ്. അന്ന് ചെന്നൈയിലേക്കാണ് നമ്മൾ ജോലിയിൽ തപ്പി പോകണം. അപ്പോൾ ആദ്യം നെടുമുടി ചേട്ടൻ ഈ കുട്ടിയെ പറ്റി കുട്ടിക്കാലത്ത് കാണുമ്പോൾ ഭംഗിയൊന്നുമില്ലാതെ പല്ലൊക്കെ പൊന്തിയിട്ടുള്ള അങ്ങോട്ട് കൊച്ചാണ്. എന്താ ഇപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യാൻ, ഈ അച്ഛന് വേറൊരു പണിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. സുകുമാരൻ പറഞ്ഞു, എന്താ ഇപ്പം ചെയ്യുക, എന്താ നീ ഏറ്റോ എന്ന് പറയുന്നു. അപ്പോൾ നെടുമുടി ചോദിക്കുന്നുണ്ട്, ഒന്ന് വാടാ, ജസ്റ്റ് ഒന്ന് ആയിട്ട്. ഞാനൊന്നുമില്ല, കാണുമ്പോൾ അങ്ങനെ നേരത്തെ കൊച്ചിൻ്റെ അടുത്തേക്ക് ഞാൻ ഇതിൽ വരണേ, നീയായി നിൻ്റെ പാടായി. എന്നാലും ശരി പോട്ടെ പുല്ലി എന്ന് വെച്ച് സുകുമാരൻ സാറ് നെടുമുടി ചേട്ടൻ്റെ കൂടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. അവിടെ എത്തിയപ്പോൾ എന്താ കഥ മാറി. നമ്മൾ വിചാരിച്ച നായികയൊന്നുമല്ല, സുന്ദരിയായ നായികയാണ്. പൂർണിമ ജയറാമാണ് നായികയായിട്ട് വേഷമിട്ടിരിക്കുന്നത്. പൂർണിമ ജയറാമിനെ കണ്ടതോടുകൂടി ഇവർ ഫ്ലാറ്റായി. രണ്ടാൾക്കും പിന്നെ കമ്പനി കൂടുതലായി. അതിൻ്റെ തണക്കങ്ങൾ പണക്കങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. അതിനിടയ്ക്ക് നോക്കുമ്പോൾ പൂർണിമ ജയറാം വിചാരിച്ച സമയത്തല്ല ഇൻ്റർവ്യൂ ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. ആ ജോലി കഴിഞ്ഞ് പോയി. അതോടെ നമ്മുടെ അറിയില്ലേ, അങ്ങനെ നീ സൂയിക്കണ്ട എന്ന് വെച്ചിട്ട് നെടുമുടി ചേട്ടൻ എന്നാൽ നാട്ടിൽ ഇവിടെ പാക്ക് ചെയ്തിട്ട് പിന്നെ നാട്ടിൽ വന്ന അച്ഛനോടൊക്കെ ഇവിടെ കല്യാണം കേൾക്കണം എന്നൊക്കെ ആഗ്രഹം പറയാം ഒക്കെ പ്ലാൻ ചെയ്യുന്നതിനകത്ത് സുകുമാരൻ ചേട്ടൻ ഇവരുടെ കമ്പനിയിൽ ജോലി വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ അവിടെ നിന്നുണ്ടാവുന്ന തമാശകളും, കാരണം ഇത് കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് കാണാൻ രസമുണ്ടാവില്ല. അപ്പോൾ കണ്ടു നോക്കുക കിന്നാരം. ചിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ നിങ്ങളെ ചിരിപ്പിക്കാം. അതാണ് സത്യനന്ദിക്കാട് സാറിൻ്റെ മറ്റൊരു അടിപൊളി ഹ്യൂമർ ചിത്രം. കാണുക, കണ്ടു നോക്കുക. കൂടുതൽ ഞാൻ വിവരിക്കാൻ യൂട്യൂബിൽ ഇതിൻ്റെ എല്ലാം ഇതുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കാം. ഓക്കെ.